ഇതിന്റെ വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? എന്തിനൊക്കെ പറയുന്നത് ചേട്ടാ? അല്ല അല്ല എത്ര വരെ പോകും? കള്ളുകുടിയായിരുന്നു. അല്ല ഒരു മാക്സിമം നമ്മൾ എത്രയൊക്കെ? പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ കുടിക്കാരിയൊന്നും അല്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രിസ്മസിനും ഓണോ. പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുറകെ നടക്കുന്ന ഇങ്ങനെ ബാലന്മാരുണ്ടല്ലോ, ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവസരം ഇങ്ങനെ എന്താ പറഞ്ഞ കണ്ടന്റ് ഒപ്പിയെടുക്കാനും ചീന്തിയെടുക്കാനും നടക്കുന്ന ചില കണ്ടന്റ് ക്ഷാമമുള്ള ചില ഉണ്ണാക്കന്മാര്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. ഗൈസ്, രേണു സുധി റിലേറ്റഡ് ഇന്നത്തെ കണ്ടന്റ് പല ആൾക്കാർക്ക് ഇഷ്ടമേ അല്ല ഈ ഒരു കണ്ടന്റ് ഒന്നും ചെയ്യുന്നത്. കാരണം രേണു സുധിക്ക് ഇപ്പൊ പഴയ പോലെ തന്നെ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. രേണു സുധി റീച്ച് എന്നൊരു കാര്യമൊന്നും അല്ല നമ്മൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഹോട്ടായിട്ട് ഓടുന്ന കണ്ടന്റുകൾ നമ്മൾ എടുക്കുന്നു, ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. രേണു സുധി വെള്ളമടിച്ച് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നെന്നോ, സോഷ്യൽ മീഡിയയിൽ കുറെ തെറി വിളിച്ച് നടക്കുന്നെന്നോ, ആർക്കാണ്ടെതിരെയൊക്കെ സംസാരിക്കുന്നെന്നോ ഒന്നും കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇന്ന് റിയാക്ട് ചെയ്യാം ഗൈസ്. അപ്പൊ രേണു സുധിക്ക് എന്താണ് പറയാനുള്ളത്? വെള്ളമടിച്ചാണോ പറയുന്നത്? എന്താണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. രേണു സുധിയുടെ വീഡിയോക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. രേണു സുധിയുടെ വീഡിയോയെ നമുക്ക് സ്വാഗതം ചെയ്യാം ഗൈസ്. നിനക്ക് അടക്കമായില്ലേടി? നിനക്ക് നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് ആക്ച്വലി ഞാനിപ്പോ പ്ലേ ചെയ്യുന്നത് സജീന വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് വന്ന വീഡിയോ. സജീന വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ചങ്കാണ്. രേണു സുധിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ചങ്കുറപ്പോടെ സംസാരിക്കുന്ന വ്യക്തിയാണ്. PR ആണോ നമുക്കറിയത്തില്ല, രേണു സുധിയുടെ ഫ്രണ്ട് ആണോ എന്ന് തോന്നുന്നു ആക്ച്വലി അവര്. എന്തായാലും രേണു സുധി ആരെയാണ് ചീത്ത വിളിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഷെഫീന ബീവിയെ സംബന്ധിച്ചുള്ള പുള്ളിക്കാരി കുറെ നാളായിട്ട് രേണു സുധിക്കെതിരെ നന്നായിട്ട് വീഡിയോ ചെയ്തു വരുന്നുണ്ട്. പുള്ളിക്കാരി പല കണ്ടന്റുകളും പുള്ളിക്കാരുടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അതിനെ അലക്കി വെളുപ്പിച്ച് കൈ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് പുള്ളിക്കാരിയുടെ. പുള്ളിക്കാരുടെ വീഡിയോ കണ്ടന്റിൽ കാണുന്നവർക്കറിയാം. പുള്ളിക്കാരിയെ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി എനിക്ക് കുറെ നാളായിട്ട് രേണു സുധിയുടെ വീടെന്നൊരു വിഷയം കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ കിടന്ന് ഓടുക എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. നമ്മളും അത് റിലേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീട് വേണ്ടെന്നോ, വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ലെന്നോ, അപ്പൊ ഉളുപ്പില്ലാതെ ഇറങ്ങിപ്പാൻ പോവാന്നൊക്കെ പറയുന്നു. ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ആ കാര്യത്തിൽ ഇപ്പൊ രേണു സുധിയെ നമ്മളിപ്പം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പല കാര്യത്തിലും. പക്ഷെ വീടിന്റെ വിഷയം നമ്മൾ പറയുന്നുണ്ട്. എന്തിനാണ് ആ വീട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചിലക്കുന്നത്, അല്ലെങ്കിൽ അത് കൊടുത്തവരെ രേണു സുധി പറയുന്ന കാര്യത്തിലൊന്നും നമ്മൾ യോജിക്കുന്നൊന്നുമില്ല. അന്നേരം പുള്ളിക്കാരി ഈ വിഷയമായിട്ട് കുറെ നാളുണ്ട് നമ്മളൊക്കെ ആ വിഷയം ചെയ്ത് കളഞ്ഞു. പക്ഷെ പുള്ളിക്കാരി ഇടതടവില്ലാതെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. രേണു സുധി അതിനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് രണ്ടാമതോ മൂന്നാമതോ അങ്ങോട്ട് പുള്ളിക്കാരി പ്രതികരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ പറയുന്നത്, ഞാൻ നിന്റെ വീഡിയോ ഒന്നും കാണുന്നില്ല, ഞാൻ വീഡിയോ കണ്ടിട്ടല്ല ചെയ്ത്, ഈ വീഡിയോ മൊത്തം കുത്തിയിരുന്ന് പുള്ളിക്കാരി കാണുന്നുണ്ട്. അങ്ങ് ജാടപ്പറച്ചില്ല. ചില കാര്യത്തിലൊക്കെ നമ്മൾ രേണു സുധി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിലൊക്കെ നമ്മള് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളും തെറ്റായിട്ട് തന്നെ പറയും കേട്ടോ. വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞാണ്, എടി എന്റെ അപ്പൻ നമ്പൂതിരിയാണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണമുണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി ഈ 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണമുണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി, നിനക്ക് ജാതി എന്നൊരു കാര്യം പറയുന്നത് തെറ്റാണ്. അത് ബീവി അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. ആക്ച്വലി കാസ്റ്റ് ഒന്നും വെച്ചാരെയും നമ്മള് ഇറിറ്റേഷനുള്ള വാക്കുകൾ സംസാരിക്കുന്നത് തെറ്റാണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരി വെള്ളമടിച്ചിട്ടൊന്നും ഈ വീഡിയോ എടുത്ത് പലരും സംസാരിക്കുന്നത് വേണ്ടോണ്ട് വെള്ളമടിച്ചാണ് സംസാരിക്കുന്നത്. ആക്ച്വലി പുള്ളിക്കാരി കാര്യം പറഞ്ഞു വരുവാണ്, രോക്ഷാകുലയാണ്. അത് അങ്ങേറ്റം രോക്ഷാകുലയാണ്. ഇത് ആക്ച്വലി വെള്ളമടിച്ചിട്ടൊന്നും അല്ല. അതിന്റെ കമന്റ് ബോക്സിന് ആക്ച്വലി പോയി നോക്കി കേട്ടോ. ഇത് വെള്ളമടിച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്ന പല ആൾക്കാരും എന്താണ് രേണുവിന്റെ തന്നെ വില കളയരുത് എന്നുള്ള രീതിയിലേക്ക് പല ആൾക്കാരും വന്ന് സംസാരിക്കുന്നുണ്ട്. സത്യമാണ്. ആക്ച്വലി ഓരോരെ സ്നേഹിക്കുന്ന ആൾക്കാർ വന്ന് കമന്റ് ബോക്സിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വെള്ളം ഒടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ കുറെ സോഷ്യൽ മീഡിയക്കാരുണ്ടല്ലോ ഈ വാല് പോലെ കുറെ പിന്നാലെ നടക്കുന്ന റീച്ച് ഉണ്ടാക്കാനാണ്, കണ്ടന്റ് ഉണ്ടാക്കാനാണ്. അപ്പൊ കണ്ടന്റിന്റെ റീച്ചിന്റെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നി രേണു സുധിയുടെ പിന്നാലെ ആൾക്കാർ കണ്ടന്റിന്റെ റീച്ചിന് നടക്കുന്നു. പിന്നെ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് വൈറലായിട്ടുള്ള കണ്ടന്റുകൾ നമ്മളോട് സംസാരിക്കും. പക്ഷെ അങ്ങനെയല്ല ഈ പുറകെ നടക്കുന്ന ചില ആൾക്കാര്. അവന്മാരങ്ങും ക്രിസ്മസ് ആയിട്ട് രേണു സുധിയുടെ വീട്ടിൽ പോയി കണ്ടന്റ് എടുത്തോണ്ട് വന്നേക്കുക. രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുള്ളിക്കാരിയുടെ പല ക്ലിപ്പുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും പുള്ളിക്കാരിയെ സുഖിപ്പിച്ച് ആരെയും ഒന്നിനും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി നല്ല രീതിയിൽ അവരെ സുഖിപ്പിച്ചു വിടും. ആ ഒരു രീതിയായിട്ട് എനിക്ക് ആക്ച്വലി ക്ലിപ്പ് കണ്ടിട്ട് തോന്നിയത്. സോഷ്യൽ മീഡിയ കുറച്ച് ആൾക്കാർ എന്നിട്ട് പുള്ളിക്കാരിയുടെ സുഖവിവരം അന്വേഷിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചോദിച്ചോട്ടെ, പിന്നെ ഈ ദുബായിലും ബഹറിലൊക്കെ പോയപ്പോ വെള്ളം അടിച്ച് ബാറിൽ ഡാൻസ് കളിച്ചു എന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണം. ഈ കുറെ നടക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്ന ഇങ്ങനെ ചില എന്താണ് ചെതയന്മാരുണ്ട്, ചില ഉണ്ണാക്കന്മാര്. ഓമാരുടെ പരിപാടി നോക്കുക. ഇവന്മാരാ ഇത് കണ്ടോ? ഇവന്മാര് സൂം ചെയ്താണ് ആക്ച്വലി. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെ മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന കുറെ മാധ്യമം. ഇവര് ഇതുവരെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇവരുടെ മുമ്പിൽ ആര് വന്നാലും
എന്താ പറയാ, നമ്മളിപ്പം ഈ ചുമ്മാ ഇരുന്ന് പറയുന്നതൊക്കെ ആര് കേൾക്കാതിരുന്നു, ആരോട് പറയാൻ, എന്തോ ഇത് എത്ര വട്ടം പറഞ്ഞു, വെറുതെ ഇങ്ങനെ നടക്കുക. ഇതൊന്നും അല്ല ഉമ്മ ഉദ്ദേശമൊന്നും അല്ല, ചുമ്മാ കണ്ടന്റ് ഉണ്ടെങ്കിൽ അവൻ സൂം ചെയ്ത് എടുത്ത് ഇട്ടേക്കുന്നത്. സാക്ഷി ഇത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ വെള്ളം അല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? ഫേവറേറ്റ് എന്താ? ഫേവറേറ്റ് എന്താണ്? എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു, എന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിക്കുന്നയാന്ന് തോന്നുവോന്ന്, എന്തോ ഈ നമ്മള് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അത് മുഖത്തറിയാനായിട്ട് പറ്റുമോ? അറിയത്തില്ല. അടിച്ചു കഴിഞ്ഞാൽ അത് സൗന്ദര്യത്തിന് ബാധകമല്ല, സൗന്ദര്യത്തെ ബാധിക്കുമോ? സൗന്ദര്യത്തെ നന്നായിട്ട് ബാധിക്കുമോ എന്ന് നമുക്കറിയാം, എന്നിട്ട് സൗന്ദര്യം വർദ്ധിക്കുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ. എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് പുള്ളിക്കാരി വെളിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് തമാശക്കാന്നോ പറയുന്നതിന്റെ, മീഡിയക്കാരെ കാണുമ്പോ രണ്ടെണ്ണം ഇളകുമെന്ന് പറയുന്ന രീതിയിൽ രേണുസുധ പല സാധനം കാണുമ്പോ എനിക്ക് ആക്ച്വലി ഇങ്ങനെയൊക്കെയാ തോന്നുന്നത്. നാണം കൊണ്ടങ്ങ് മറിയ മാജിക് മൊമെന്റ്. ഇത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ബേബി പുള്ളിക്കാരി ഊക്കുവാന്നോന്നുള്ളത് എനിക്കറിയത്തില്ല. അതിനകത്ത് ആദ്യം കാണിച്ച വീഡിയോസിനകത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ അടിക്കത്തൊന്നുമില്ല ചുമ്മാതാണ്. എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇവര് പറയുന്ന കാര്യം നമുക്ക് എത്രത്തോളം ഒരു ജെന്യൂനിറ്റി ഉണ്ടെന്നുള്ള കാര്യം അറിയാനേ പറ്റുന്നില്ല. എന്തിനൊക്കെ പറയുന്നത് ചേട്ടാ? അല്ല എത്ര വരെ പോകും? അല്ല അത് മാക്സിമം നമ്മൾ എത്രയൊക്കെ? പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുറകെ നടക്കുന്ന ഇങ്ങനെ ബാലന്മാരുണ്ടല്ലോ, ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവസരം ഇങ്ങനെ എന്താ പറഞ്ഞ കണ്ടന്റ് ഒപ്പിയെടുക്കാനും ചീന്തിയെടുക്കാനും നടക്കുന്ന ചില കണ്ടന്റ് ക്ഷാമമുള്ള ചില ഉണ്ണാക്കന്മാര്, ഇങ്ങനെ മാധ്യമ പ്രവർത്തകര്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളും ആ കണ്ടന്റ് എടുത്ത് വെച്ചല്ലേ സംസാരിക്കുന്നേ, റീച്ചിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ളത്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ, ഹൈപ്പായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ എടുത്ത് വെക്കുന്നു, സംസാരിക്കുന്നു. അതാണല്ലോ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചാലേ ആൾക്കാർക്ക് കൂടുതൽ കാണാൻ അത് താല്പര്യം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചു, സംസാരിച്ചു, അല്ലെങ്കിൽ വിഷയം നോക്കി എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇവര് ഒരു ക്ലിപ്പിൽ പറയുന്നു ഞാൻ അടിക്കാറുണ്ട്, എന്റെ ഫേവറേറ്റ് ഇതാണെന്ന് പറയുന്നു. ഒരു ക്ലിപ്പിൽ പറയുന്നു ഞാൻ അങ്ങോട്ടൊന്നും ചെയ്യാറേ ഇല്ലെന്ന് പറഞ്ഞ് വെളുപ്പിക്കാനായിട്ട് നോക്കുന്നു. ആക്ച്വലി എനിക്ക് ആക്ച്വലി എന്താണ്, ചുമ്മാ മീഡിയയുടെ മുമ്പിൽ നിന്ന് ചുമ്മാ പ്രഹസനം കാണിക്കുന്നു, അത്ര മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ആക്ച്വലി ഞാൻ വലിയ കുടിക്കാരിയൊന്നും അല്ല. ഇന്നത്തെ കാലത്ത് കുടി എന്നൊരു കാര്യം ഇന്നത്തെ കാലത്ത് ഞാണുങ്ങളുടെ പേളി മാത്രം ഉണ്ടാക്കുന്ന കാര്യമൊന്നും അല്ല. ഇപ്പം നമ്മൾ പറയല്ലോ കുടി എന്നൊരു കാര്യം ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമൊന്നും അല്ല കുടി എന്നുള്ളൊരു കാര്യം. രേണുസുധിയുടെ കാര്യം പിന്നെ പറയാനും കേൾക്കാനും ആൾക്കാരുള്ളത് കൊണ്ട് അവരുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് ചോദിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി നമുക്കറിയാലോ, അവരെ മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന ചില ആൾക്കാർ ഇപ്പോഴും അവരെ വേട്ടയാടുന്നുണ്ട്. അവരിതൊന്നും നമ്മൾ കേൾക്കുന്നുണ്ടോ, അവർക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് കുറച്ച് റീച്ച് ഉള്ളത് കൊണ്ട് അവരുടെ പുറകെ നടക്കും ആൾക്കാര്.